പ്രചാരണങ്ങൾ പലപ്പോഴും പ്രഹസന വേദികളായി മാറുന്നത് കാണാറുണ്ട്. എന്നാൽ ആ പതിവ് രീതികളെ പൂർണ്ണമായും പൊളിച്ചെഴുതിക്കൊണ്ട് ഒരു യുവ നേതാവ് കൊല്ലം കടക്കലിൽ ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ആർഭാടങ്ങളും ബഹളങ്ങളും നിറഞ്ഞ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് കേവലം 3800 രൂപ മാത്രം ചിലവാക്കി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നത് നമുക്ക് സങ്കല്പിക്കാൻ പോലും പ്രയാസമായിരിക്കും. എന്നാൽ CPMന്റെ ഉറച്ച കോട്ടയായിരുന്ന കുമ്മിൾ പഞ്ചായത്തിൽ വിപ്ലവാത്മകമായ ഒരു മാറ്റത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് UDF നേതാവായ കുമ്മിൾ ഷമീർ. വർഷങ്ങളായി UDFന് വിജയത്തിന്റെ രുചി പോലും അറിയാൻ കഴിയാതിരുന്ന വാർഡിലാണ് സാക്ഷാൽ പഞ്ചായത്ത് പ്രസിഡന്റിനെ 305 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ഷമീർ വാർഡ് മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരു പോസ്റ്ററോ ചുവരെഴുത്തോ ഫ്ലക്സ് ബോർഡോ ഇല്ലാതെ നടത്തിയ പ്രചാരണ പരിപാടികളിലൂടെയാണ് ഷമീർ ശ്രദ്ധേയനാകുന്നത്. വെറും 800 രൂപയുടെ നോട്ടീസും കൂടെയുള്ളവർക്ക് ചായ കുടിക്കാൻ 3000 രൂപയും മാത്രമാണ് അദ്ദേഹത്തിന് ആകെ ചിലവായ തുക. 10-15 ലക്ഷം രൂപ ഒരു വാർഡിൽ സ്ഥാനാർത്ഥികൾ ചിലവാക്കുമ്പോഴാണ് ഈ ലാളിത്യം എന്നോർക്കണം. ജനങ്ങളുടെ മനസ്സിലാണ് സ്ഥാനാർത്ഥികൾക്ക് ഇടം വേണ്ടത്, അല്ലാതെ ചുവരുകളിലല്ല. ഇതാണ് ഷമീറിന്റെ നയം. കുമ്മിൾ സ്വദേശിയായ അദ്ദേഹം 15 വർഷത്തിലധികമായി പൊതുപ്രവർത്തന രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ തവണ ഇതേ പഞ്ചായത്തിൽ മറ്റൊരു വാർഡിൽ ഒറ്റയ്ക്ക് പ്രചാരണം നടത്തി പോസ്റ്റർ ഒട്ടിക്കൽ മുതൽ സ്ലിപ്പ് വിതരണം വരെ ഒറ്റയ്ക്ക് ചെയ്ത് 35 വോട്ടുകൾക്കാണ് അദ്ദേഹം വിജയം നേടിയത്. എന്നാൽ ഇത്തവണയും അതേ പാത തന്നെ പിന്തുടർന്ന് വീണ്ടും തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയപ്പോൾ തന്റെ ഭൂരിപക്ഷം 6 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചാണ് അദ്ദേഹം കരുത്തു തെളിയിച്ചത്. ഷമീറിന്റെ രാഷ്ട്രീയ തന്ത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിച്ച വാർഡിൽ ഇത്തവണ മറ്റൊരു സ്ഥാനാർത്ഥിയെ നിർത്തി 200-ലധികം വോട്ടുകൾക്ക് അവരെ വിജയിപ്പിച്ചെടുക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. പഞ്ചായത്ത് മെമ്പറായിരുന്ന 5 വർഷത്തെ കൃത്യതയുള്ളതും ചിട്ടയായ പ്രവർത്തനത്തിലൂടെയുമാണ് കുമ്മിൾ പഞ്ചായത്തിലെ അദ്ദേഹം ജയിച്ച വാർഡിന്റെ ഭരണം ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന്റെ കരങ്ങളിലേക്ക് എത്തിക്കാൻ ഷമീറിന് കഴിഞ്ഞത്. ഷമീർ തോൽക്കുമെന്ന ഭയത്താലാണ് പോസ്റ്റ് അടിക്കാത്തതെന്നാണ് എതിരാളികൾ പരിഹസിച്ചത്. എന്നാൽ ഷമീറിന് പകരം ജനങ്ങളാണ് അവർക്കൊക്കെയും മറുപടി നൽകിയിരിക്കുന്നത്. തോളിൽ ഒരു സഞ്ചിയും തൂക്കി നടന്ന് വോട്ട് ചോദിക്കുന്ന ഷമീർ കുമ്മിൾക്കാർക്ക് എന്നും പ്രിയപ്പെട്ടവനാണ്. കുമ്മിൾ ഷമീറിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലെ മറ്റൊരു പ്രത്യേകത അദ്ദേഹത്തിന്റെ തോളിൽ എപ്പോഴും തൂങ്ങിക്കിടക്കുന്ന ആ പഴയ തോൾസഞ്ചിയാണ്. ജനങ്ങളുടെ പരാതികളും സങ്കടങ്ങളും അടങ്ങിയ കടലാസുകൾ ആ ബാഗിൽ എപ്പോഴും ഉണ്ടാകും. ഭരണകൂടത്തിന്റെ ധൂർത്തുകൾക്കും അനീതികൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം നയിച്ച ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. വിവരാവകാശ രേഖകളിലൂടെ പൗരപ്രമുഖരെ ചോദ്യം ചെയ്ത് സർക്കാരിന്റെ വാ അടപ്പിച്ച പോരാളിയാണ് അദ്ദേഹം. നവകേരള സദസ്സിന്റെ ഭാഗമായി സാധാരണക്കാരെ അവഗണിച്ച് പൗരപ്രമുഖരെ മാത്രം കാണാൻ ഇറങ്ങിത്തിരിച്ച മുഖ്യമന്ത്രിയോട് ആരാണ് പൗരപ്രമുഖർ എന്ന അദ്ദേഹം ഉയർത്തിയ ചോദ്യം ഇന്നും കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കപ്പുറം നാടിന്റെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാനും ഷമീർ മുന്നിലുണ്ടായിരുന്നു. കടക്കൽ ദേവി ക്ഷേത്രത്തിന്റെ ഭൂമിയിൽ നവകേരള സദസ്സിനായി പന്തൽ കെട്ടിയ സഖാക്കളെയും പരിവാരങ്ങളെയും നിയമപരമായി നേരിട്ട് അവിടുന്ന് ഓടിക്കുകയും ആ പന്തൽ പൊളിപ്പിക്കുകയും ചെയ്തത് ഷമീറിന്റെ നിശ്ചയദാർഢ്യമാണ്. ക്ഷേത്രമുറ്റത്ത് വിപ്ലവ ഗാനങ്ങൾ പാടി രാഷ്ട്രീയം കളിച്ചവർക്കെതിരെ ഹൈക്കോടതി വരെ പോയി അനുകൂല വിധി നേടിയെടുത്തത് കുമ്മിളിലെ വിശ്വാസി സമൂഹത്തിന് വലിയ ആശ്വാസമായി മാറിയിട്ടുമുണ്ട്. ഉമ്മൻചാണ്ടിയാണ് തന്റെ രാഷ്ട്രീയ ഗുരുവെന്ന് ഷമീർ അഭിമാനത്തോടെ പറയുന്നു. വെസ്റ്റേൺ രാജ്യങ്ങളിലെ പോലെ നിശബ്ദമായ അനാവശ്യ ശബ്ദ കോലാഹലങ്ങളില്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് രീതി നമ്മുടെ നാട്ടിലും വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഷമീർ അടിവരയിട്ട് പറയുന്നു. സ്വന്തം പാർട്ടിക്കാരെ പോലും ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കുക എന്നത് വെല്ലുവിളിയായിരുന്നുവെങ്കിലും 5 വർഷത്തെ അധ്വാനവും പ്ലാനിങ്ങും ഇന്ന് ഫലം കണ്ടിരിക്കുകയാണ്. കുമ്മിൾ പഞ്ചായത്തിലെ പ്രസിഡന്റായി UDF സ്ഥാനാർത്ഥി അശ്വതി ഉത്തമൻ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും ഷമീർ നടത്തിയ പ്രസംഗം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. പണമില്ലെങ്കിലും ജനഹൃദയങ്ങൾ കീഴടക്കാമെന്നും CPMന്റെ കോട്ടകളിൽ വിള്ളൽ വീഴ്ത്താമെന്നും തെളിയിച്ച കുമ്മിൾ ഷമീർ എന്ന ഈ യുവ നേതാവ് വരും കാല കേരള രാഷ്ട്രീയത്തിന് വലിയൊരു പ്രതീക്ഷയാണ്. CPM കോട്ടകളിൽ വിജയക്കൊടി പാർച്ച ഷമീറിന് അഭിനന്ദനങ്ങൾ നേരുന്നു.